കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ ഏവർക്കും വന്ദനം. മന്ന എന്ന പ്രതിവാര പ്രഭാഷണത്തിലൂടെ ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗവും ആശയവും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 15-ാം വാക്യം ആധാരമാക്കിയാണ്. ഈ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു. ഈ വാക്യത്തിന് ഒരു മൊഴിമാറ്റം നടത്തിയാൽ അത് ഇങ്ങനെയാകും: ഞാൻ നിങ്ങൾക്ക് ആരാണ്? ഇത് ശിഷ്യന്മാരോടുള്ള ചോദ്യം മാത്രമായി കണ്ടാൽ പോരാ, എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമായി നാം ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയണം. യേശു ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുവാനുള്ള പശ്ചാത്തലം എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ചിന്താവാക്യത്തിൻ്റെ തൊട്ട് മുൻപുള്ള പാരഗ്രാഫിൽ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അപ്പം എടുക്കുവാൻ മറന്നുപോയ ശിഷ്യ സമൂഹത്തിൻ്റെ അടക്കം പറച്ചിൽ കേട്ടപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശുവിൻ്റെ ഈ വാണിംഗ് ശിഷ്യന്മാർക്ക് ഒട്ടും മനസ്സിലായില്ല. ഈ ബോധക്കുറവാണ് യേശുവിനെ ഈ ചോദ്യത്തിലേക്ക് ആനയിക്കുവാൻ മുഖാന്തരമായത്. യേശുവിനോടുകൂടെ ഉറങ്ങിയും അവൻ്റെ വീര്യപ്രവൃത്തികൾ കണ്ടിട്ടും കേട്ടിട്ടും യേശു പറഞ്ഞ ശാസനയുടെ അന്തസത്ത അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. ശിഷ്യന്മാരെക്കുറിച്ചുള്ള അവമതിപ്പാണ് നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് പ്രേരിപ്പിച്ചതായ ഘടകം. യേശുവിനെക്കുറിച്ചുള്ള ശിഷ്യന്മാരുടെ അഭിപ്രായം ആരായും മുൻപ് യേശുവിനെക്കുറിച്ചുള്ള ജനത്തിൻ്റെ കാഴ്ചപ്പാടും മനോനിലയും യേശു അന്വേഷിച്ച ശേഷമാണ് ശിഷ്യന്മാരുടെ നിഗമനത്തെക്കുറിച്ച് യേശു ആരായുന്നത്. ജനാഭിപ്രായത്തെക്കുറിച്ച് ശിഷ്യന്മാർ ഇപ്രകാരം ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞു: യോഹന്നാൻ സ്നാപകനെന്നും ഏലിയാവ് എന്നും യെരമ്യാവ് എന്നോ പ്രവാചകന്മാരിൽ ഒരുവനെന്നുമാണ് ജനം പറയുന്നത് എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. യേശുവാകുന്ന വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സാമാന്യ ജനത്തിൻ്റെ കണ്ടെത്തലും വിലയിരുത്തലും വികലം എന്ന് കുറിച്ച യേശു തൻ്റെ ശിഷ്യജനത്തിൻ്റെ തന്നെ കുറിച്ചുള്ള ബോധ്യം എന്താണെന്ന് ആരായുകയാണ് യേശു രണ്ടാം ചോദ്യത്തിലൂടെ ചെയ്യുന്നത്. ഈ ചോദ്യത്തിന് ശിഷ്യന്മാരിൽ എന്നും മുമ്പനായ പത്രോസാണ് ഉത്തരം പറഞ്ഞത്. പത്രോസിൻ്റെ ഉത്തരം കൃത്യമായിരുന്നു. യേശുവിൻ്റെ ചോദ്യത്തിന് പൂർണ്ണമായും സംതൃപ്തമായ ഒരു ഉത്തരമാണ് പത്രോസ് പറഞ്ഞത്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉത്തരം കേട്ട യേശു പത്രോസിനെ അംഗീകരിച്ച് ആദരിച്ച് ഒരു പൊന്നാട അണിയിക്കുന്നതായി നമുക്ക് തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ യേശു പത്രോസിന് ക്ലാസ് കയറ്റം കൊടുക്കുകയാണ് ചെയ്തത്. യേശുവിൻ്റെ ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. യേശുവിൻ്റെ നല്ല സർട്ടിഫിക്കറ്റ് പത്രോസിന് ലഭിക്കുന്നു. യേശുവിൻ്റെ ഈ നടപടിക്രമത്തെ ഒരു ടീച്ചിങ് മെത്തേഡായിട്ടാണ് നമുക്ക് നോക്കി കാണുവാനാകുക. ശിഷ്യന്മാരെ കുറിച്ചുള്ള ഇവാലുവേഷനായും
ശിഷ്യന്മാരുടെ ഫീഡ്ബാക്ക് പരിശോധിക്കുന്ന സന്ദർഭമായും ഈ പ്രവൃത്തിയെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പണ്ട് സ്കൂളുകളിൽ 3 പ്രധാന പരീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ഓണത്തിന് മുൻപുള്ള കാൽക്കൊല്ല പരീക്ഷ, ക്രിസ്തുമസിന് മുൻപുള്ള അർദ്ധവാർഷിക പരീക്ഷ, തുടർന്ന് വാർഷിക പരീക്ഷയും കൂടി 3 പരീക്ഷകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് മാസാന്തര പരീക്ഷകളായി മാറിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പരീക്ഷകൾ നടത്തുന്നത്? കുട്ടികൾ എന്ത് പഠിച്ചു, എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നും അവരുടെ പഠന നിലവാരം അളക്കുന്നതിനും വേണ്ടിയാണ്. ആ പഠന നിലവാരത്തിൻ്റെ അളവനുസരിച്ചാണ് ഓരോ കുട്ടികളിലും വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. വിജയ പരാജയങ്ങളുടെ അളവുകോലാണ് പരീക്ഷകൾ. കുട്ടികളുടെ അറിവ് പരിശോധിക്കുന്ന മാനദണ്ഡമാണ് പരീക്ഷാ സമ്പ്രദായം. ക്ലാസ് കയറ്റം ഈ പരിശോധനകൾക്ക് വിധേയമായിട്ടാണ് നടത്തുക. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന യേശുവിൻ്റെ ഈ ചോദ്യം നമ്മുടെ കുടുംബ തലത്തിൽ മാതാപിതാക്കൾ മക്കളോടും, തിരിച്ച് മക്കൾ മാതാപിതാക്കളോടും, ഇടവക തലത്തിൽ വൈദികർ തൻ്റെ അജഗണത്തോടും, അജഗണങ്ങൾ തിരിച്ച് വൈദികരോടും, ഗുരുസ്ഥാനികളും മേൽപ്പട്ടക്കാരുമായവർ തങ്ങളുടെ വൈദിക ഗണത്തോടും, വൈദിക ഗണങ്ങൾ തിരിച്ച് പിതാക്കന്മാരോടും കൂടെ കൂടെ ചോദിച്ച് ഫീഡ്ബാക്ക് അറിയേണ്ടതാണ്. ലഭിക്കുന്ന ഉത്തരങ്ങൾ ഫലപ്രദമാകുന്നു എങ്കിൽ, പോസിറ്റീവ് ആകുന്നുവെങ്കിൽ നമ്മുടെ നേതൃത്വം ശരിയായ പാതയിലൂടെയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ നേതാവിനെയും നേതൃത്വത്തെയും അണികളെയും ഒരുപോലെ പരിശോധിക്കുന്ന യേശുവിൻ്റെ ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരു നല്ല ക്രൈസ്തവ സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.